സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലൂൺ ടിവിയും ചേർന്ന് നടത്തുന്ന പ്രോഗ്രാമാണ് സി കാറ്റ്. ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവുമായ മാർ ജോസഫ് പാംപ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനും തങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തോമാപുരം സെൻറ് തോമസ് ഫൊറോന ദേവാലയത്തിലെ മതാധ്യാപകരാണ്. അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിന് തുടർച്ചയെന്നോണം പൗരോഹിത്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ കുദാശയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമായി നമുക്ക് പരിശ്രമിക്കാം. ഇപ്പോൾ ആധുനിക ലോകത്ത് ഭൗതികതയോടുള്ള ഒരു താല്പര്യം അത് വലുതായിട്ട് സ്വാധീനിക്കുന്നില്ലേ? ആത്മീയത കുറവും ഭൗതികതയിലുള്ള താല്പര്യവും എല്ലാവരിലും കാണപ്പെടുന്നുണ്ട്. അതായിരിക്കില്ലേ കുഞ്ഞുങ്ങൾ പുതുതലമുറ കാണുന്നത്? അതല്ലേ? യെസ്, അത് വിനോദ് സാർ പറഞ്ഞത് ഒരു വലിയ സത്യമാണ്. ഭൗതികത എന്ന ഒരു വാക്കിനേക്കാൾ ഉപരി പലപ്പോഴും സെമിനാരിക്കാരുമായിട്ട് നിരന്തരമായി സമ്പർക്കം ഉള്ളതുകൊണ്ട് ഞാൻ വളരെ വർഷങ്ങളായി പല സെമിനാരികളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്കറിയാം. പലപ്പോഴും വൈദിക വിദ്യാർത്ഥികൾ അവരുടെ പരിശീലനത്തിൻ്റെ ആരംഭഘട്ടങ്ങളിൽ നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയവർ കുറച്ചങ്ങ് എത്തുമ്പോഴത്തേക്ക് അവർ ഇത് പറ്റിയല്ല, എനിക്ക് തിരിച്ചു പോകണം എന്നുള്ളൊരു തോന്നലുകൾ പറയാറുണ്ട്. പലപ്പോഴും അവരതിനെ ഷെയർ ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാരണം ഇതാണ്. സാറ് സൂചിപ്പിച്ചതുപോലെ ഈ ലൗകികതയുടെ ഈ അമിതമായ ആകർഷണം അവർക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തുന്നു. എവിടുന്നെങ്കിലും യാദൃച്ഛികമായി കാണുന്ന ചില സിനിമകളാകാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ലൈംഗിക ഉത്തേജനം നൽകുന്ന രീതിയിലുള്ള രംഗങ്ങൾ, ബ്ലൂ ഫിലിമുകൾ, പോർണോഗ്രഫി, അങ്ങനെയുള്ള അതിനെയൊക്കെ പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ഈ ബ്രഹ്മചര്യത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെക്കാൾ ഉപരി ഇത്തരത്തിലുള്ള ചിന്തകൾ ശക്തിപ്പെടുകയും അവർ പിന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ലൗകികതയും ലൈംഗികതയുടേതുമായ ഒരു അതിപ്രസരം ഈ ആധുനിക സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ പലപ്പോഴും ദൈവവിളികൾ അപകടത്തിലാകും. ഇനി ചോദ്യങ്ങൾ ഓമന ടീച്ചറാണ്. ഓമന ടീച്ചറിൻ്റെ സംശയം എന്താണ്? പിതാവേ, 2 തിമോത്തി 1:6 പറയുന്നു, എൻ്റെ കൈവെപ്പ് വഴി ലഭിച്ച ദൈവികവരം ഉജ്ജ്വലപ്പെടുത്തുവാൻ ഞാൻ നിന്നെ വീണ്ടും അനുസ്മരിപ്പിക്കുന്നു. പൗരോഹിത്യ പട്ടത്തിലൂടെ ലഭിച്ച ദൈവിക വരത്തിൽ ആഴപ്പെടാൻ പുരോഹിതർക്ക് സഭ ഒരുക്കുന്ന അവസരങ്ങൾ എന്തെല്ലാമാണ്? ഓമന ടീച്ചർ ചോദിച്ചിരിക്കുന്നത്, പുരോഹിതന്മാർ ഈ പട്ടം കിട്ടിക്കഴിഞ്ഞ് അവർക്ക് വളരാൻ വല്ല അവസരമുണ്ടോ, അതോ ചുമ്മാ അവർ കാള കളിച്ച് നടക്കുവാണോ എന്നാണ് ടീച്ചറിൻ്റെ ചോദ്യം, അല്ലേ? തീർച്ചയായും വൈദികർക്ക് സഭ ഒത്തിരിയേറെ അവസരങ്ങൾ നൽകുന്നുണ്ട്. ഇതേക്കുറിച്ച് പരിശുദ്ധ പിതാവ് ജോൺ പോൾ II മാർപ്പാപ്പായുടെ ഒരു അപ്പസ്തോലിക പ്രബോധനം തന്നെയുണ്ട്, പാസ്തോരസ് ദാബോ ഓബിസ്, വൈദിക പരിശീലനം, വൈദികരുടെ തുടർ പരിശീലനം ഇതെങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച്. അതിൽ മാർപ്പാപ്പ പറയുകയാണ്, വൈദികർക്ക് നിരന്തരമായ പരിശീലനം ആവശ്യമുണ്ട്. പട്ടം കിട്ടിയതോടെ എല്ലാം പൂർത്തിയായി എന്ന മട്ടിൽ വൈദികരെ പരിഗണിക്കാതെ അവർക്ക് ആവശ്യമായ അജപാലന നിർദ്ദേശങ്ങൾ, മാനുഷിക ഗുണങ്ങൾ, കാരുണ്യത്തിൻ്റെ മുഖം, ഇവയെല്ലാം അവരെ പരിശീലിപ്പിക്കാൻ, ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യരായ വൈദികരാക്കി അവരെ മാറ്റാൻ തുടർ പരിശീലനം ആവശ്യമുണ്ട് എന്ന്. അതിൻ്റെ ഫലമായിട്ട് എല്ലാ രൂപതകളിലും തന്നെ വൈദികർക്ക്
തുടർ പരിശീലനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ചെറുപ്പക്കാരായ വൈദികർക്ക് പ്രത്യേക പരിശീലനങ്ങൾ നൽകും. എല്ലാ വൈദികർക്കും പൊതുവായിട്ടുള്ള റിഫ്രഷർ കോഴ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ വൈദികർക്ക് നിർബന്ധമായും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ധ്യാനം, വാർഷിക ധ്യാനം സഭ സംഘടിപ്പിക്കാറുണ്ട്. എല്ലാ മാസവും മാസധ്യാന കൂട്ടായ്മകൾ ഒരു ഫൊറോന അടിസ്ഥാനത്തിൽ വൈദികർക്കായി സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ വൈദികർക്ക് ആത്മീയതയിൽ വളരാൻ സഹായകമായ നല്ല ഗ്രന്ഥങ്ങൾ അവർക്ക് എത്തിച്ചു നൽകാറുണ്ട്. മെത്രാന്മാർ പലപ്പോഴും വൈദികർക്ക് സമ്മാനമായി കൊടുക്കുന്നത് ഇപ്രകാരമുള്ള നല്ല പുസ്തകങ്ങളാണ് അവരെ ആത്മീയതയിൽ വളർത്താൻ. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ പണ്ടത്തേക്കാളും എളുപ്പമാണ് നമ്മുടെ ശാലോം ടെലിവിഷൻ, ഗുഡ്നസ് ടെലിവിഷൻ. ഇങ്ങനെ ആധ്യാത്മികതയിൽ വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം വീട്ടിൽ തന്നെ, പള്ളിമേടയിൽ തന്നെ നിരന്തരം ഒരു ധ്യാനകേന്ദ്ര അനുഭവത്തിൽ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്, അല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ശാലോം ഗുഡ്നസ് ഏതെങ്കിലും ചാനൽ ഓണാക്കി വെക്കും. നല്ല ജപമാല ചൊല്ലി, ആ ജപമാല അതിൻ്റെ കൂടെ ചൊല്ലിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും. പലപ്പോഴും അച്ഛന്മാർ ഒറ്റയ്ക്കായതുകൊണ്ട് അവർക്ക് പ്രാർത്ഥിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ചാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സഹായത്തോടു കൂടി ഒരു ആത്മീയ അന്തരീക്ഷം പള്ളിമേടയിൽ രൂപീകരിക്കാൻ പല വൈദികരെ എനിക്കറിയാം. പല നല്ല ആധ്യാത്മിക ഊർജ്ജമുള്ള വൈദികർ അവരുടെ പള്ളിമേടയിൽ അവരൊരു വാർത്താ ചാനൽ പോലും ഓണാക്കാറില്ല. അവർ പറയാം അതെല്ലാം ചുമ്മാ ചപ്പും ചവറുമാണ്, അതൊന്നും കേട്ട് നേരം കളയേണ്ട കാര്യം. അതിന് പകരം ദൈവവചനം കേൾക്കുക, പ്രാർത്ഥിക്കുക, ആരാധനാ സ്തുതികൾ നടത്തുന്ന ഇത്തരം ആധ്യാത്മിക ചാനലുകൾ മാത്രമേ ഓണാക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന വലിയ വിശുദ്ധരായ വൈദികരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വൈദികരുടെ തുടർ പരിശീലനത്തിന് സഭ ബദ്ധശ്രദ്ധയാണ്. അതിന് ഒത്തിരിയേറെ അവസരങ്ങൾ സഭ ഒരുക്കുന്നുമുണ്ട്. ഓമന ടീച്ചറെ, പുരോഹിതരെ ഉപദ്രവിക്കുകയോ അവർക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരുടെ ജീവിതത്തിലുടനീളം തകർച്ചകൾ സംഭവിക്കുന്നതായിട്ട് കാണുന്നു. ഇതിന് കാരണം എന്താണെന്ന് വിശദീകരിക്കാം. യെസ്, ജോമേഷ് സാറിൻ്റേത് ഒരു വലിയ സങ്കീർണമായൊരു ചോദ്യമാണ്. അതായത് വൈദികരെ കയ്യേറ്റം ചെയ്യുക, വൈദികർക്കെതിരായി കേസിന് പോവുക, വൈദികരെ ആക്ഷേപിക്കുക, ഇതൊക്കെ വലിയ തകർച്ചകൾ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ജീവിതത്തിൽ കൊണ്ടുവരുന്നത് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അത് ചിലർ പറയും അത് അച്ഛന്മാർ ശപിച്ചതാണ്. വൈദികർക്ക് ആരെയും ശപിക്കാൻ അവകാശമില്ല, അങ്ങനെ ഒരു കഴിവും വൈദികർക്കില്ല. നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. വൈദികർ ശപിച്ച ആർക്കും യേശുവും ഇല്ല. വൈദികർക്ക് ശപിക്കാൻ അധികാരമില്ല, അവകാശമില്ല. എന്നിട്ട് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഒത്തിരി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വൈദികൻ്റെ മുഖത്ത് തുപ്പി ഒരു മനുഷ്യൻ, അയാൾ അന്ന് തന്നെ വണ്ടി ഇടിച്ച് മരിച്ചു എന്നൊക്കെ ആളുകൾ ഇങ്ങനെ കഥകൾ പറയാറുണ്ട്. ഞാൻ തന്നെ കണ്ട ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ദുഃഖവെള്ളിയാഴ്ച ഞാനൊരു മലമുകളിൽ കുരിശിൻ്റെ വഴിക്ക് പ്രസംഗിക്കുകയാണ്. പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെ പ്രസംഗിക്കുന്ന ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തി, അവനൊരു വലിയ മരം മഞ്ഞക്കടുമ്പിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഞാൻ പ്രസംഗിക്കുന്ന അത്രയും ഒച്ചയിൽ അവൻ എന്നെ ചീത്ത വിളിച്ചു. ഇവർ എല്ലാവരും കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതൊരു സഹനമായി നമ്മൾ സ്വീകരിക്കുക, നമ്മൾ അതിനു വേണ്ടി പ്രതികരിക്കാൻ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം തുടർന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു, അവൻ മഞ്ഞക്കടുമ്പിൻ്റെ മണ്ടേന്ന് ഇതാ ഉരുണ്ട് ചാടി താഴെ വീണു. മൾട്ടിപ്പിൾ ഫ്രാക്ചർ, കൈയും കാലും എല്ലും എല്ലാം പൊട്ടി ഒടിഞ്ഞ് ആശുപത്രി. ഒരു 6-7 മാസമായിട്ടും അവൻ ചികിത്സ തീരുന്നില്ല. അവസാനം അവൻ്റെ അപ്പനും അമ്മയും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ അച്ഛ അതെന്തോ പ്രശ്നമുണ്ട്, ഇവൻ്റെ കാല് കൂടിച്ചേരുന്നില്ല, എല്ലൊന്നും ശരിയാകുന്നില്ല, നിങ്ങൾക്ക് എന്നെ പേടിക്കരുത്. ഞാൻ സത്യമായിട്ടും പറയും, ഞാൻ ആ കൊച്ചിന് ഒരു ദോഷവും വരാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ അവൻ്റെ കാല് 3 തവണ പ്ലാസ്റ്റർ ഇട്ട് ശരിയാക്കിയിട്ട് അത് ശരിയാകുന്നില്ല. വീണ്ടും അത് ഒടിച്ച് ശരിയാക്കേണ്ടി വരും. ഡോക്ടർമാർ തന്നെ പറയും ഇതെന്ത് മറിമായമാണ്, ഇതെന്നാ പ്രശ്നം. അങ്ങനെ അവരെന്നെ വിളിച്ചുകൊണ്ട് പോയി മംഗലാപുരത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തതല്ല, പക്ഷേ അതിന് ശേഷം ആ കാല് ശരിയാകുകയും ചെയ്തു.
അപ്പോൾ അവരെല്ലാവരും വിചാരിച്ചു, നാട്ടുകാരും വിചാരിച്ചു അച്ഛൻ എന്തോ ഒരു കൈക്രിയ ചെയ്തതാണ്, അച്ഛൻ എന്തോ അവനെ വിലക്കിയതാണ്, അവൻ മരത്തേന്ന് വീണത്, അവൻ തെറി പറഞ്ഞതിൻ്റെ ആവേശത്തിൽ പിടിവിട്ടതാണ്, അത് താഴെ പോയതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇതെന്തുകൊണ്ട് എന്നാണ് ജോമേഷ് സാറിൻ്റെ ചോദ്യം. ഇത് ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് ഇങ്ങനെ പല അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഞാൻ അതേക്കുറിച്ച് ഗൗരവമായി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് കിട്ടിയ ഒരു ഉത്തരം ഞാൻ പറയും. അതായത് ഈശോ മിശിഹ തിരുസഭയെ സ്ഥാപിച്ചത് നരക പിശാചിനെ പ്രതിരോധിക്കാനാണ്. പിശാചിന് ഏറ്റവും വെറുപ്പ് ഈശോ മിശിഹായോടാണ്. പിശാചിനറിയാം ഈശോയെ തോൽപ്പിക്കാൻ ഇനി അവൻ ഒരിക്കലും പറ്റിയല്ല. അതുകൊണ്ട് പിശാച് തൻ്റെ സർവശക്തിയും എടുത്ത് അലറുന്ന സിംഹത്തെ പോലെ നടക്കുന്നത് ആരെ വിഴുങ്ങാൻ വേണ്ടിയാ? ഈശോ തൻ്റെ തിരുരക്തം കൊണ്ട് വീണ്ടെടുത്ത ദൈവമക്കളെ സ്വന്തമാക്കാൻ വേണ്ടി, അവരെ തകർക്കാനാണ് പിശാച് വരുന്നത്. അതുകൊണ്ട് ഈശോയ്ക്കറിയാം ഈ ദൈവമക്കളെ പിശാച് പിടിച്ചുകൊണ്ട് പോകും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ അവർക്ക് ചുറ്റും സംരക്ഷണത്തിൻ്റെ ഒരു കോട്ട ആവശ്യമുണ്ട്. അങ്ങനെ ഈശോ തൻ്റെ തിരുരക്തം കൊണ്ട് വീണ്ടെടുത്ത ദൈവമക്കൾക്ക് ചുറ്റും സ്ഥാപിച്ച കോട്ടയാണ് ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ തിരുസഭ. ആ കോട്ടയുടെ സംരക്ഷണമുള്ള കാലത്തോളം നമ്മെ പിശാചിന് തൊടാൻ പറ്റിയല്ല. അതേസമയം നമ്മൾ വൈദികരെ ചീത്ത വിളിച്ച്, തെറി വിളിച്ച്, കൂദാശകളും മുടക്കി, തന്നിഷ്ടം കാണിച്ച് നടക്കുമ്പോൾ അച്ഛനോട് വഴക്കുണ്ടാക്കിയാലുള്ള അടുത്ത സ്റ്റെപ്പ് എന്താണ്? അവൻ പിന്നെ പള്ളിയിലോട്ട് വരിക, അവൻ്റെ കൂദാശ ജീവിതം തീർന്നു. അപ്പോൾ സംഭവിക്കുന്ന എന്താണ്? അവൻ ഈ സഭയാകുന്ന സംരക്ഷണ കോട്ടയ്ക്ക് വെളിയിലായി. അപ്പോൾ അവൻ പിശാചിൻ്റെ ആക്രമണത്തിന് വിധേയമാകും. സഭയ്ക്ക് വെളിയിലുള്ളത് ഒരേ ഒരു ജീവിയേ ഉള്ളൂ. അക്രൈസ്തവരല്ല സഭയ്ക്ക് വെളിയിലുള്ളത്. അവരെയും ഈശോ തൻ്റെ തിരുരക്തം കൊണ്ട് വീണ്ടെടുത്തതാണ്. അവരെ ഈശോ ഈ രക്ഷയുടെ വഴിയിലേക്ക് നയിച്ചുകൊണ്ട് വരുന്നുണ്ട് തന്നെ. അതേസമയം സഭയ്ക്ക് പുറമേ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നത് ആരെക്കുറിച്ചാണ്? പിശാചിനെ കുറിച്ചാണ്. പൗരോഹിത്യത്തെ വെല്ലുവിളിച്ച് കൂദാശ ജീവിതം ഉപേക്ഷിച്ച് ഒരു വ്യക്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ വ്യക്തി ആരുടെ പിടിയിലാണ്? പിശാചിൻ്റെ പിടിയിൽ. അവൻ അറിയാവുന്ന ഏക പണി യോഹന്നാൻ്റെ സുവിശേഷം 10:10 പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അവൻ വരുന്നത് കൊല്ലാനും മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും. അവനാണ് ഈ നാശം ഉണ്ടാക്കുന്നത്. അത് വെറുതെ ഇരിക്കുന്ന അച്ഛൻ്റെ ശാപമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മറിച്ച് അച്ഛന്മാർക്ക് ശപിക്കാൻ ഒരു അധികാരവും ഇല്ല. അവർ ശപിച്ചാവട്ടെ, യേശുവോ ഇല്ല. ധൈര്യമായിട്ട് നിങ്ങൾ വിശ്വസിച്ചു. പക്ഷേ പുരോഹിതനെതിരായി നാം തിരിയുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നാം ആരുടെ പക്ഷത്തായിത്തീരുന്നു? പിശാചിൻ്റെ പക്ഷത്തായിത്തീരുന്നു. അത് അപകടകരമാണ്. ഒരു വൈദികൻ തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കരുത് എന്നല്ല അതിൻ്റെ അർത്ഥം. വൈദികൻ തെറ്റ് ചെയ്താൽ അത് വൈദികനോട് ചൂണ്ടിക്കാണിക്കണം. വൈദികൻ അത് തിരുത്തുന്നില്ല എങ്കിൽ ബന്ധപ്പെട്ട സഭാ അധികാരികളുടെ അടുക്കൽ ആ കാര്യം അവതരിപ്പിക്കണം. അതൊക്കെയും വിശ്വാസിയുടെ ഉത്തരവാദിത്വമാണ്. അതിനെക്കുറിച്ചല്ല ഞാൻ പറയും. പക്ഷേ ഒരു വൈദികനെ മനഃപൂർവ്വം താറടിക്കാനും ആക്ഷേപിക്കാനും കയ്യേറ്റം ചെയ്യാനും അതുപോലെ കോടതികളിൽ എത്തിക്കാനും പരിശ്രമിക്കുന്നത് അപകടകരമാണ്. അത് തെറ്റാണ്. പിതാവെ, വിശ്വാസം എന്നത് വ്യക്തിയും ദൈവവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷനാണല്ലോ. ഈ ബന്ധത്തിൽ ഒരു മീഡിയേറ്റർ റോൾ എന്ന പുരോഹിതന് ഉണ്ടോ? അതിൻ്റെ പ്രസക്തി എന്താണെന്ന് പറയാം. യെസ്, അതൊന്നൊരു നല്ല ചോദ്യമാണ്. പലരും ചോദിക്കാറുണ്ട് ഒരു മീഡിയേറ്റർ റോളിൻ്റെ ആവശ്യമുണ്ട്. ഒരു വ്യക്തിയും ദൈവവും തമ്മിൽ ഉള്ള ബന്ധമല്ലേ പിന്നെ ഈ അച്ഛൻ തന്നെ ഇതിനകത്ത് കാര്യം അല്ലേ? പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ ഒരു ഉത്തരവുണ്ട്. പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് പറയുകയാണ്. 10-ാം അധ്യായം പൗലോസ് ശ്ലീഹ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ എങ്ങനെ മാനസാന്തരം ഉണ്ടാകും? അല്ലേ? ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കുന്നു? നമുക്ക് മീഡിയേറ്റർ വേണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്വർഗത്തിൽ നിന്ന് എത്ര പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്?
ആകാശത്തേക്ക് നോക്കിയിരുന്നപ്പോൾ ദൈവം എത്ര തവണ നേരിട്ട് അബ്രാഹമേ അബ്രാഹമേ ഞാൻ നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മളെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ല. മീഡിയേറ്റേഴ്സിനെ ഉപയോഗിക്കുന്ന ആരാണ്? ദൈവം തന്നെ ഉപയോഗിച്ചത്. അതാ അതിൻ്റെ വ്യത്യാസം. ഈ ദൈവവും ആത്മാവും തമ്മിലുള്ള ബന്ധത്തിൽ അച്ഛൻ ഇടയ്ക്ക് കയറി നിൽക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അതൊരു അപകടമായ ചിന്തയാകുന്നത്. മറിച്ച് സംഭവിക്കുന്ന എന്താണ്? ദൈവം ഈ ആത്മാവിനെ സമീപിക്കുന്നത് ഈ വ്യക്തിയിലൂടെയാണ്, ഈ പുരോഹിതനിലൂടെയാണ്. അവനിലൂടെയാണ് ദൈവം പ്രവർത്തിച്ചത്. മാമോദീസ പരികർമ്മം ചെയ്യാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നേരിട്ട് വന്നല്ല മാമോദീസ മുക്കിയത്, മറിച്ച് വൈദികനെ ഉപയോഗിച്ചു. ഈ വൈദികനെ ഉപയോഗിച്ചാണ് ദൈവം പാപം മോചിച്ചത്. ഈ വൈദികനെ ഉപയോഗിച്ചാണ് ദൈവം നമുക്ക് ആശീർവാദം തന്നത്. സോ അതൊരു മധ്യസ്ഥൻ്റെ റോള് എന്ന് പറയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് കയറി തടസ്സം നിൽക്കുന്ന ഒരാൾ എന്ന അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കരുത്. ഈ മധ്യസ്ഥൻ മാത്രമല്ല പുരോഹിതൻ. ഹീ ഈസ് ഓൾവേസ് ആക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പകരക്കാരനായി, ദൈവത്തിൻ്റെ പ്രതിനിധിയായി, ദൈവസ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കാൻ ദൈവം വൈദികനെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് കേവലം ഒരു ഇടനിലക്കാരൻ്റെ റോളല്ല പുരോഹിതൻ്റെ മാധ്യസ്ഥം എന്ന് പറയുമ്പോൾ. ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, മേഴ്സി ടീച്ചറാണ്. ടീച്ചറുടെ ചോദ്യം എന്താണ് ടീച്ചർ? പിതാവേ, ഇന്ന് പുരോഹിതർ നേരിടുന്ന വെല്ലുവിളികൾ സഭയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്നുണ്ടോ? പൗരോഹിത്യ ജീവിതത്തിൽ പ്രവേശിച്ചവരുടെ ഭാഗത്തെ അപജയങ്ങൾ അത് സഭയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അന്തിമമായി ഇവരാരും വിജയിക്കാൻ പോകുന്നില്ല. കാരണം എന്താണ്? ഈശോ മിശിഹായുടെ പൗരോഹിത്യമാണ്. അതിനെ കറയോ ചുളിവോ ഇല്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈശോയ്ക്ക് കഴിയും. ഈശോ സഭയെ സ്ഥാപിച്ചപ്പോൾ തന്നെ പറഞ്ഞൊരു ആശീർവാദമുണ്ട്. പത്രോസേ, നീ പാറയാണ്, ഈ പാറമേ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടില്ല. മനസ്സിലായോ? അത് ഈശോ ഈ സഭയ്ക്ക് കൊടുത്തൊരു ആശീർവാദമാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ 2000 കൊല്ലം പിന്നിട്ട ഈ സഭയുടെ ചരിത്രത്തിൽ സഭ നിലനിന്നത് ഏതെങ്കിലും അച്ഛൻ്റെ പുണ്യത്തിൻ്റെ ബലത്തിലല്ല, മറിച്ച് ഈശോ മിശിഹായുടെ തിരുരക്തത്തിൻ്റെ കൃപയാൽ. അത് മാറ്റമില്ലാതെ തുടരും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. പക്ഷേ നമുക്കറിയാം, ഈ തിരുരക്തത്തിൻ്റെ കൃപയാൽ വീണ്ടെടുക്കപ്പെട്ടവർ, വിശ്വാസികളായവർ, ആ തിരുരക്തത്തിൻ്റെ അഭിഷേകം കിട്ടിയ വൈദികർ, അവരൊക്കെ അവിശ്വസ്തരായി ജീവിച്ചു തുടങ്ങുമ്പോൾ ഈശോ മിശിഹായുടെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ തിരുമുഖം സമൂഹ മധ്യത്തിൽ വികലമാക്കപ്പെടുകയോ വികൃതമാക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യം. ഈശോ മിശിഹായ്ക്ക് മാറ്റമില്ല. പക്ഷേ ഈശോയുടെ മുഖത്തേക്ക് ചാണകം വാരി പൊത്തിയാൽ, ചെളി വാരി എറിഞ്ഞാൽ അത് കാഴ്ചക്കാർക്ക് ഈശോയോടുള്ള മതിപ്പിന്, ഈശോയോടുള്ള ആദരവിന് കുറവ് വരുത്തുന്നു. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന് തിരിച്ചറിയും. പിതാവിൻ്റെ സഭയെക്കുറിച്ചുള്ള വാക്കുകൾ തീർച്ചയായിട്ടും നമുക്ക് ആവേശവും അതോടൊപ്പം തന്നെ പ്രതീക്ഷകളും തരുന്നതാണ്. ഇനി കൂടുതൽ ചോദ്യങ്ങൾ ആരാണ്? അടുത്ത ചോദ്യം ഓക്കെ, ജെയിംസ് സാറാണ്. ജെയിംസ് സാറിൻ്റെ ചോദ്യം എന്താണ് സാർ? പിതാവേ, സഭയോടും പുരോഹിതരോടും ഉള്ള തീഷ്ണതയിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ കാലഘട്ടത്തിൽ കുറവ് ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. പുരോഹിതർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവരാകണം എന്നുള്ളൊരു കാഴ്ചപ്പാടിന് ഈ കാലഘട്ടത്തിൽ പ്രസക്തി ഏറുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ക്രിസ്തുവിനെ പോലെ എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുകയും ഒരേപോലെ സ്നേഹിക്കുകയും ചെയ്യുന്നവരാകണം വൈദികർ. അങ്ങനെയുള്ള വൈദികരാണ് ഇന്ന് സഭയ്ക്ക് ആവശ്യവും അതുപോലെ തന്നെ ജനങ്ങളുടെ ആഗ്രഹവും. ഈ കാര്യത്തിൽ അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ പിതാവ്? ജെയിംസ് സാറിൻ്റെ പുരോഹിത സങ്കല്പം വളരെ നല്ലൊരു സങ്കല്പം. ഈശോ മിശിഹായുടെ പൗരോഹിത്യം അങ്ങനെയായിരുന്നു. ഈശോ ഞാൻ ഇന്നവരുടെ മാത്രമാണ് എന്ന് പറഞ്ഞങ്ങ് മാറി നിന്നില്ല. പലപ്പോഴും പൗരോഹിത്യത്തിന് ഇന്ന് വന്ന ഒരു പ്രതിസന്ധി എനിക്ക് തോന്നുന്നു, നമ്മുടെ ഈ മലബാർ പ്രദേശത്തെങ്കിലും നമുക്കറിയാം, വൈദികർ ഒരു 50 കൊല്ലം മുമ്പ്, അല്ല വേണ്ട ഒരു 20 കൊല്ലം മുമ്പ് വരെ നമ്മുടെ ഇവിടുത്തെ വൈദികർ ഒരു പ്രദേശത്തിൻ്റെ മുഴുവനും നേതാക്കളായിരുന്നു, അല്ലേ?
അവിടുത്തെ ജാതി മത ഭേദമന്യേ എല്ലാവരുടെയും ആവശ്യങ്ങൾ അച്ഛന്മാർ അന്വേഷിക്കുമായിരുന്നു. ഇവിടുത്തെ പൊതുകാര്യങ്ങൾ, ഈ മലബാറിലെ വഴികളിൽ 90% വെട്ടിയേക്കുന്നത് വൈദികരുടെ നേതൃത്വത്തിൽ. ഇവിടെ ഇന്നും ഉപയോഗിക്കുന്ന, ഈ അടുത്ത കാലത്ത് പുതുക്കിപ്പണിത് ഒഴികെ പഴയ എല്ലാ കലുങ്കുകളും പാലങ്ങളും വൈദികരുടെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സഭയെന്ന് പറഞ്ഞാൽ, പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കുന്നവനും, വിദ്യാഭ്യാസം ഇല്ലാത്തവനും വിദ്യാഭ്യാസം കൊടുക്കുന്നവൻ, അതുപോലെ രോഗിയായി കിടക്കുന്നവനെ ആശുപത്രിയിൽ എത്തിക്കാൻ മുൻനിരയിൽ നിന്നവൻ, അങ്ങനെയൊക്കെ ഒരു വലിയ സാമൂഹികതയുടെ ചിത്രം പുരോഹിതനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു അഭിമാനമായിരുന്നു, പൈതൃകമായിരുന്നു. പക്ഷെ ഇന്ന് വൈദികരുടെ ഭാഗത്തു നിന്നുള്ള ഉദാസീനതയുണ്ട്. അതുപോലെ തന്നെ വൈദികരെ പാർശ്വവൽക്കരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. വൈദികൻ അങ്ങനെ ജനകീയനാകേണ്ട കാര്യമില്ല. വൈദികൻ, ക്രിസ്തീയ പുരോഹിതൻ ക്രിസ്ത്യാനികളുടെ മാത്രം ആളായാൽ മതി എന്നുള്ള ഒരു സാമുദായിക ധ്രുവീകരണത്തിൻ്റെയും ഭാഗമാകാം. ഇന്ന് വൈദികൻ കേവലം ഒരു സമുദായത്തിൻ്റെ നന്മയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്നുള്ള ചിന്ത വൈദികരുടെ ഇടയിലും അതുപോലെ സാമാന്യജനത്തിൻ്റെ ഇടയിലും വർദ്ധിച്ചു വരുന്ന ഒരു കാലമുണ്ട്. അത് നമ്മൾ തിരുത്തേണ്ട ഒരു വിഷയമാണ്. കാരണം സുവിശേഷത്തിൻ്റെ മൂല്യം അത് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രം നൽകപ്പെട്ടതല്ല, ലോകത്തെ എല്ലാ മനുഷ്യർക്കും വേണ്ടി നൽകപ്പെട്ടത്. അതുകൊണ്ട് ഇതര മതസ്ഥരുടെ ഇടയിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന തുറവിയുടെ മനസ്സ് വൈദികർക്ക് ആവശ്യമുണ്ട് എന്നുള്ള ജെയിംസ് സാറിൻ്റെ നിരീക്ഷണം വളരെ സത്യമാണ്. ഇപ്പം പന്ത് കളിക്കാൻ വേണ്ടി പള്ളിയുടെ സ്കൂൾ ഗ്രൗണ്ടിൽ അക്രൈസ്തവരായവർ ഒന്നിച്ചു കൂടും. ഇവന്മാരെല്ലാം കൂടി എന്നാത്തിന് ഇവിടെ കയറി കൂടുന്നത്, നമ്മുടെ ഗ്രൗണ്ടിൽ ഇവർ കയറുന്നത് എന്തിനാണ് എന്ന് വേണേൽ നമുക്ക് ചിന്തിക്കാം. മറിച്ച് തിരിച്ച് ചിന്തിക്കാം. എന്താണ്, നമ്മുടെ പള്ളിയുടെ പറമ്പിൽ ഇതാ ഇത്രയും അക്രൈസ്തവർ വന്നു കയറിയല്ലോ, അത് തന്നെ ഒരു പുണ്യമാണ്. അതിനകത്ത് തന്നെ ഒരു സുവിശേഷ പ്രഘോഷണമുണ്ട്. അങ്ങനെ ഭാവാത്മകമായി ചിന്തിക്കുക. അച്ഛൻ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ അവരുടെ കൂടെ പോയി ഒന്ന് പന്ത് കളിക്കുക, ഇല്ലെങ്കിൽ അവിടെ ചെന്നവരെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെയുള്ള ഒരു ഭാവാത്മകത പൗരോഹിത്യത്തിലേക്ക് പുതുതായി വരേണ്ടതുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനുള്ളിൽ തന്നെ ആയിക്കോട്ടെ, വൈദികൻ ഒരു ഓഫീസ് കേന്ദ്രീകൃതമായ ജീവിതശൈലി, ആവശ്യമുള്ളവരെല്ലാം ഇങ്ങോട്ട് പള്ളി ഓഫീസിലേക്ക് വരട്ടെ എന്നുള്ള ആ ചിന്ത വെടിഞ്ഞ് രാവിലെ നമ്മുടെ വലിയ പഴയകാല വൈദികർ ചെയ്തിരുന്ന എന്താണ്, രാവിലെ കുർബാനയും കഴിഞ്ഞ് കാപ്പിയുടിയും കഴിഞ്ഞ് വളയംകാലം കുടയെടുത്ത് ഇറങ്ങുകയാണ്. ഇടവകയിൽ ഏതെങ്കിലും മനുഷ്യൻ്റെ രോഗികളായി കിടപ്പുണ്ടോ, അവിടെ പോയി സന്ദർശിച്ചു. എവിടെയെങ്കിലും അയലോകങ്ങൾ തമ്മിൽ വഴക്കുണ്ടോ, അവരുടെ വഴക്ക് പറഞ്ഞ് തീർക്കാൻ വേണ്ടി പോയി. എവിടെയെങ്കിലും ആളുകൾ, പിള്ളേർ പള്ളിക്കൂടത്തിൽ പോകാതിരിപ്പുണ്ടോ, അവന്മാരെ പോയി വഴക്ക് പറഞ്ഞ് സ്കൂളിൽ കൊണ്ടുപോകുക. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നന്മകളിലേക്ക് പൗരോഹിത്യം ഇറങ്ങി വരുമ്പോൾ പൗരോഹിത്യത്തിന് നഷ്ടപ്പെട്ടു എന്ന് ശത്രുക്കൾ കരുതുന്ന ആ കരുത്തും ജനകീയതയും ആധ്യാത്മികതയും നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഈ മതബോധന ഗ്രന്ഥത്തിൻ്റെ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ സാറ് ഉന്നയിച്ച ആ ഒരു ചോദ്യം ഏറെ പ്രസക്തമാണ് എന്ന് ഞാൻ വിചാരിക്കും. ഇനി ചോദ്യങ്ങൾ. ഓക്കെ, ടീച്ചർ ചോദ്യം എന്താണ്? എൻ്റെ ചോദ്യം ഇതാണ്, പൗരോഹിത്യത്തെ എന്തുകൊണ്ട് പട്ടം എന്ന് വിളിക്കുന്നു? വിശദീകരിക്കാമോ? പൗരോഹിത്യത്തെ പട്ടം എന്ന് വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് പട്ടം എന്ന് പൗരോഹിത്യത്തെ വിളിക്കണമെന്നൊരു നിർബന്ധവുമില്ല. പട്ടം കൊടുക്കൽ എന്നാണ് അല്ലേ? ഈ പട്ടം എന്നതിലൂടെ ഉദ്ദേശിച്ച് ഞാൻ ആദ്യ എപ്പിസോഡുകളിൽ പറഞ്ഞായിരുന്നു. അതിൻ്റെ അർത്ഥം പട്ടം എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ വടിച്ച് ഇവിടെ കഷണ്ടി ഉണ്ടാക്കി എടുക്കുന്ന ആ പ്രക്രിയയാണ് വാസ്തവത്തിൽ ഇവിടെ പട്ടം എന്നതിലൂടെ ഉദ്ദേശിച്ച്. ടോൺഷർ എന്ന് പറയും ഇംഗ്ലീഷിൽ. അത് പഴയകാല ഒരു രീതിയാണ്. പട്ടം സ്വീകരിക്കാൻ വരുന്നവരുടെ മുടി പ്രത്യേകമായ രീതിയിൽ വെട്ടുന്നു. അവൻ്റെ മുടി വെട്ടുന്നതിനാണ് ആളുകൾക്ക് പ്രത്യക്ഷത്തിൽ അച്ഛനെ വന്ന മാറ്റം എന്താണ്, തലയിലെ രോമം നടുഭാഗത്ത് മുഴുവൻ വെട്ടി വടിച്ച് ദൂരെ കളഞ്ഞിരിക്കും. ആ ഒരു അർത്ഥത്തിലാണ് അതിന് പട്ടം
കൊടുക്കൽ എന്നുള്ള ഒരു ഇത് വന്നത്. മറ്റൊരർത്ഥം അതിന് പറയുന്നത് പട്ടം എന്ന് പറയുന്നത് ഒരു സ്ഥാനം എന്നുള്ളൊരർത്ഥം ഇവിടുത്തെ പാരമ്പര്യങ്ങളിലുണ്ടായിരുന്നു. കേരളീയ സമൂഹത്തിൽ ഒരു ഇന്ന പട്ടം കൊടുത്തു അല്ലേ? പട്ടം കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? വിദ്വാൻ പട്ടം കൊടുത്തു. അതുപോലെ തന്നെ സൈനിക മേധാവിയുടെ പട്ടം കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ഥാനക്കയറ്റം, ഒരു അധികാര നിയമനം എന്നുള്ളൊരർത്ഥം അതിനുണ്ടായിരുന്നു. ആ അർത്ഥവും ഒരുപക്ഷെ ഈ പട്ടം കൊടുക്കൽ, അവനെ സമൂഹത്തിൽ നിന്ന് വേർതിരിച്ച് മറ്റൊരു ദൗത്യത്തിനായി നിയോഗിച്ച് അധികാരം നൽകി എന്നുള്ള അർത്ഥത്തിലും പട്ടം കൊടുക്കൽ എന്ന വാക്ക് ഉപയോഗിച്ചതാണ്. എനിക്ക് തോന്നുന്നു ചില പഴയകാല നമ്മുടെ അച്ഛന്മാരുടെയൊക്കെ ഫോട്ടോയിലൊക്കെ ഇങ്ങനെ തലയിൽ ഒരു തൊപ്പിയൊക്കെ വെച്ച് കാണാറുണ്ട്. അത് ഇതിന്റെ ഭാഗമായിട്ടാണ് പിതാവേ. അത് തീർച്ചയായും ഈ ഇങ്ങനെ വടിച്ച് ആ പട്ടം മൂടി വയ്ക്കണം എന്നാണ്. അത് ഇപ്പോഴും അന്ത്യോക്യൻ സഭകളിലൊക്കെ അതുണ്ട്. അവരുടെ പിതാക്കന്മാർ തലയിൽ എപ്പോഴും ഒരു തുണി വെച്ചിട്ടുകൊണ്ട് നടക്കും അല്ലേ? ആ തുണി ഇല്ലാതെ അവർ പരസ്യമായി പ്രത്യക്ഷപ്പെടാറില്ല അന്ത്യോക്യൻ സഭകളിൽ. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ലത്തീൻ സഭയിൽ ഒരു ചുവന്ന തൊപ്പി ഇവിടെ വെച്ച് മൂടി വയ്ക്കാറുണ്ട്. അതും ഈ ഒരു സങ്കല്പത്തിൻ്റെ ഭാഗമാണ്. പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.